സ്പോർട് മീഡിയയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പോയ കാലഘട്ടങ്ങളിലെയും ഈ കാലഘട്ടത്തിലെയും വളരെ പ്രധാനപ്പെട്ട വ്യക്തികളെയും വർഷങ്ങളെയും സംഭവങ്ങളെയും തേടിയുള്ള സ്പോർട് മീഡിയയുടെ സ്പോർട് കിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. സ്പോർട് കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പിലങ്ങാട് ബീച്ചിലാണ്. മുഴപ്പിലങ്ങാട് ബീച്ചിൽ നിന്ന് നമ്മുടെ ആദ്യത്തെ ഈ അറിവിൻ്റെ ലഹരി തേടിയുള്ള യാത്ര ആരംഭിക്കുകയാണ്. ആദ്യത്തെ മത്സരാർത്ഥി ആരാണ് നമുക്ക് പരിചയപ്പെടാം. ഗുഡ് ഈവനിങ്. എന്തൊക്കെയാ? സുഖം തന്നെ. പേരെന്താ? അനീസ്. ആരിഫ. സ്ഥലം എവിടെയാ? സാലക്ക തന്നെയാണ് അല്ലേ? ഇവിടെ ഈ നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ നീളം കൂടിയ ഡ്രൈവിംഗ് ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച്. ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ടോ? വരാറുണ്ട്. ഓക്കെ. എന്ത് ചെയ്യുന്നു ഇപ്പോഴേ? ഞാൻ ഗൾഫിലാണ്. നാട്ടില് വെക്കേഷന് വന്നതാണ്. എന്താ ജോലി? എന്താ? ഡ്രൈവിംഗ് അല്ലേ? പേരെന്തായിരുന്നു പറഞ്ഞത്? ആരിഫ്. ആരിഫ് എന്താ പഠിച്ചത്? BA ഇംഗ്ലീഷ് ആയിരുന്നു. എവിടെയാ കഴിഞ്ഞത്? പള്ളിക്കുന്ന് സിനിമ. ഓക്കെ. ആരിഫ്, ഞങ്ങളുടെ സ്പോർട് മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ ഒരു പ്രോഗ്രാമാണ് സ്പോർട് കിസ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങൾ അറിവുമായിട്ട് വരികയാണ്. 3 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 3 ചോദ്യങ്ങളിൽ 3 ചോദ്യത്തിനും ശരിയുത്തരം പറയുകയാണെങ്കിൽ ചാനലിന്റെ നല്ലൊരു സമ്മാനം നിങ്ങളെ കാത്തിരിക്കുകയാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ടെൻഷനുണ്ടോ? ചെറുതായിട്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അതൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പേടിക്കൊന്നും വേണ്ട. നമുക്ക് തുടങ്ങാം. അപ്പൊ ഇതിൽ ആരാണ് ഉത്തരം പറയാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്? 2 പേർക്കും പറയാം. പക്ഷെങ്കിൽ 3ാമത്തെ ചോദ്യത്തിന് ഉത്തരം ആരെങ്കിലും ഒരാളെ പറയാൻ പാടുള്ളൂ. പറയാം. ഓക്കെ. എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. നമ്മുടെ ഇന്ത്യ ഇപ്പോൾ ഒരു വലിയൊരു ഭീകരാക്രമണം നേരിട്ട് കഴിഞ്ഞു. പഹൽഗാം ഭീകരാക്രമണം. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ ആ സൈനിക നടപടിയുടെ പേരെന്താണ് എന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഓപ്പറേഷൻ സിന്ദൂർ. ഉറപ്പാണ്? വൈഫ് പറഞ്ഞത് എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ? വൈഫിനെ വിശദിക്കാം. ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ശരിയായ ഉത്തരം തന്നെയാണ്. ഇനി ഇതേപോലെ 2 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സമ്മാനം നിങ്ങളെ കാത്തിരിക്കുകയാണ്. 2ാമത്തെ ചോദ്യം ഇതാണ്. മുഴപ്പിലങ്ങാട് ബീച്ചിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അല്ലേ? മുഴപ്പിലങ്ങാട് ബീച്ച് എന്ന് പറയുന്ന ഈ പ്രകൃതി മനോഹരമായ ഈ സ്ഥലം കേരളത്തിലെ ഏത് നിയോജക മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? മുഴപ്പിലങ്ങാട് ബീച്ച് സ്ഥിതി ചെയ്യുന്ന നിയോജക മണ്ഡലം ധർമ്മടം. ഉറപ്പിക്ക? ധർമ്മടം മണ്ഡലം ഉറപ്പിക്ക? ധർമ്മടം എന്നുള്ളതും പൂർണ്ണമായും ശരിയായ ഉത്തരം തന്നെയാണ്. ഇനി ഒരു ചോദ്യം ബാക്കി കിടപ്പുണ്ട്. ആ ചോദ്യത്തിന് നിങ്ങൾ ഇതുപോലെ ധൈര്യത്തോടു കൂടി ചിരിച്ചുകൊണ്ട് ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന നല്ലൊരു മെഗാ സമ്മാനമാണ്. ആ ചോദ്യം ചോദിക്കാൻ ഞാൻ തയ്യാറാകട്ടെ? ടെൻഷനില്ല. ആ ഒരു 3ാമത്തെ ചോദ്യം ഇതാണ്. കുട്ടൻ എന്ന് വിളിപ്പേരുണ്ടായിരുന്ന ഒരു മലയാള സാഹിത്യകാരൻ ഉണ്ടായിരുന്നു നമുക്ക്. കുട്ടിക്കാലത്ത് അദ്ദേഹം അറിയപ്പെടുന്നത് കുട്ടൻ എന്ന പേരിലാണ്. ആരാണ് പ്രഗത്ഭനായിട്ടുള്ള ഈ മലയാള സാഹിത്യകാരൻ എന്നാണ് നിങ്ങൾക്കുള്ള എൻ്റെ അവസാനത്തെ ചോദ്യം. അതും വലിയൊരു സമ്മാനത്തിന് വേണ്ടിയുള്ള ചോദ്യമാണ്. ഫ്ലോ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒരുപാട് സിനിമകളൊക്കെ ഗാനരചനയൊക്കെ പറഞ്ഞു കൊടുത്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് അവാർഡുകളൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു പേര് പറയാം നിങ്ങൾക്ക്? ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു മലയാള സാഹിത്യകാരന്റെ പേര് പറയാം. കിട്ടുന്നില്ല? പറഞ്ഞോളൂ. എന്തായാലും തെറ്റാലും ശരിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മള് ആദ്യമായിട്ടാണ് ഇങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് മത്സര പരിപാടി സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. നിങ്ങളെ 2 ചോദ്യങ്ങൾക്ക് വളരെ നന്നായിട്ട് ഉത്തരം പറഞ്ഞു. 3ാമത്തെ ചോദ്യത്തിനാണ് പെട്ടെന്ന് ഉത്തരം മനസ്സിലേക്ക് ഓടി എത്താത്തത്. പക്ഷെ എങ്കിലും എന്തെങ്കിലും ഒരു ക്ലൂ മനസ്സിലേക്ക് ഉണ്ടെങ്കിൽ ആ ഒരു പേര് പറയാം. ഇല്ല? വൈഫിന് കിട്ടുന്നുണ്ടോ? ഉത്തരത്തിലേക്ക് ഞാൻ പോകട്ടെ? ഏതായാലും വളരെ നന്നായിട്ട് തന്നെയാണ് താങ്കൾ 2 പേരും ഈ മത്സരയാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്നിട്ടുള്ളത്. ചാണകം വിരിച്ച തറയിൽ കിടത്തിയിരിക്കുന്ന അച്ഛന്റെ മൃതദേഹത്തിനരികിലേക്ക് പച്ചപ്പിലാവലയാൽ മെടഞ്ഞ തുപ്പിയും ധരിച്ചു എന്ന 4 വയസ്സുകാരൻ കുട്ടൻ. അച്ഛൻ മരിച്ചതറിയാതെ തന്റെ കയ്യിലെ ചന്ദനപ്പൊമ്പനം കാണാതെ അസ്വസ്ഥനായി നിന്ന ആ 4 വയസ്സുകാരൻ കുട്ടൻ
അച്ഛന്റെ ചിത മാവിൻ ചുവട്ടിൽ വെച്ച് ആളുകൾ വലം വെക്കുന്നത് കണ്ടപ്പോൾ ഒന്നും മനസ്സിലാകാതിരുന്ന ആ 4 വയസ്സുകാരൻ കുട്ടാൻ വളർന്നു വലുതായപ്പോൾ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ നൊമ്പരത്തെ അച്ഛൻ ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലും വന്ന് നിശബ്ദമായി എന്ന് 2 വരികളിലൂടെ മലയാള കവിതാരംഗത്തെ വേദനയുടെയും കണ്ണുനീരിന്റെയും നീർച്ചാലുകൾ ചാലിച്ചു മാറ്റുലിക്കവി എന്ന് ഇടയ്ക്കിടെ പേര് കേൾക്കേണ്ടി വന്നിട്ട് പോലും ഒരുപാട് മലയാള സിനിമകൾക്ക് ഗാനരചന പകർന്നു കൊടുത്തുകൊണ്ട് അച്ഛനും പാപ്പിയും എന്ന് പറയുന്ന സിനിമയിലൂടെ ഏറ്റവും നല്ല ഗാനരചനയുള്ള പുരസ്കാരം മലയാളത്തിൽ കൊണ്ടുവന്ന പൊന്തിയും പൂന്നൂലും ഒരു യുവദാസ് ജനിക്കുന്നു, സർഗസംഗീതം, മുളങ്കാടുകൾ, ആയിഷ, അശ്വമേധ തുടങ്ങിയ സാഹിത്യ സൃഷ്ടികൾ മലയാളത്തിൽ സമ്മാനിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട വയലാർ രാമവർമ്മയായിരുന്നു അതിന്റെ ശരിയായ ഉത്തരം. വയലാർ രാമവർമ്മയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അവാർഡുകളുണ്ട്, ഒരുപാട് മലയാള സിനിമകൾക്ക് ഗാനരചന പകർന്നു കൊടുത്താണ്. എന്നാലും ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ ആദ്യത്തെ എപ്പിസോഡിൽ 2 പേരും മത്സരാർത്ഥി വന്നതിൽ. ഇപ്പൊ ഞങ്ങളുടെ സ്നേഹാന്വേഷണങ്ങള് നിങ്ങളെ ഗൾഫിലെ എല്ലാ കൂട്ടുകാരോടും പറയാ, ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരോടും ബന്ധുക്കളോടും ഒക്കെ ഈ പ്രോഗ്രാം കാണുവാൻ വേണ്ടി പറയാം. ഓക്കെ.